ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് നയാഗ്രയിലേക്ക്. നയാഗ്രയുടെ സൗന്ദര്യത്തെ ആദ്യം കേരളത്തിലെത്തിച്ചത് IV ശശിയാണ്. ഏഴാം കടലിനക്കരെ എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെ നയാഗ്രയുടെ മോഹിപ്പിക്കുന്ന സൗന്ദര്യം മലയാളികൾ ഒന്നടക്കം കണ്ടു. വർഷങ്ങൾക്കു ശേഷം 2 കൺട്രീസ് എന്ന ദിലീപ് ചിത്രത്തിലും നയാഗ്രയുടെ സൗന്ദര്യം കാണിച്ചിട്ടുണ്ട്. ന്യൂയോർക്കിൽ നിന്ന് 7 മണിക്കൂറും അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടണിൽ നിന്ന് 8 മണിക്കൂറും യാത്രയുണ്ട് നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക്. ഞങ്ങളുടെ യാത്ര വാഷിംഗ്ടണിൽ നിന്നും പെൻസിൽവാനിയ വഴിയായിരുന്നു. ആ യാത്രയുടെ ചില ദൃശ്യാനുഭവങ്ങളാണിപ്പോൾ നമ്മൾ കാണുന്നത്. മണിക്കൂറിൽ 100 മൈലിൽ കുറയാതെ വേഗതയിൽ പോകുന്ന നമ്മൾ കണ്ട കാഴ്ചകളെ റോഡിന്റെ സൗന്ദര്യം കണ്ട് സമയം പോകുന്നത് അറിയുകയേയില്ല. പ്രകൃതി നമുക്ക് അമൂല്യമായ പല കാഴ്ചകളും സമ്മാനിച്ചിട്ടുണ്ട്. ഉയർന്ന പർവ്വതങ്ങൾ, തടാകങ്ങൾ, കടലുകൾ, മരുഭൂമികൾ, വെള്ളച്ചാട്ടങ്ങൾ, അങ്ങനെ പലതും. അവയിൽ വെള്ളച്ചാട്ടങ്ങൾ മനോഹരമാണ്. അവയുടെ വെള്ളം തണുത്തതും തെളിഞ്ഞതുമാണ്. പിരിമുറുക്കവും ക്ഷീണവും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് കുളിർമയേകാൻ പ്രകൃതിയോട് ചേർന്നുള്ള അത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നു. അത്തരത്തിലൊന്നാണ് ലോകപ്രസിദ്ധമായ അമേരിക്കയുടെയും കാനഡയുടെയും അതിർത്തിയിൽ ഒഴുകുന്ന നയാഗ്ര വെള്ളച്ചാട്ടം. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ ഈ മനോഹരമായ വെള്ളച്ചാട്ടം കാണാൻ അവിടെ എത്തുന്നു. സാഹസികത ഇഷ്ടപ്പെടുന്നവർ അവിടെ ബോട്ടിങ്ങിനായി എത്തുന്നു. ഹോഴ്സ്ഷൂ ഫോൾസ്, അമേരിക്കൻ ഫോൾസ്, ബ്രൈഡൽ വീൽ ഫോൾസ് എന്നീ 3 വെള്ളച്ചാട്ടങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് നയാഗ്ര വെള്ളച്ചാട്ടം. അമേരിക്കയിലെ ന്യൂയോർക്കിനും കനേഡിയൻ സംസ്ഥാനമായ ഒൻറ്റാറിയോയ്ക്കും ഇടയിൽ ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിന്റെ ഉയരം 167 അടിയാണ്. നമ്മൾ ഇപ്പോൾ കാണുന്ന ബോർഡുകൾ നയാഗ്ര സ്ഥിതി ചെയ്യുന്ന ന്യൂയോർക്ക് സ്റ്റേറ്റിന്റെ വെൽക്കം ബോർഡും നയാഗ്ര പരിസരത്തെ കാഴ്ചകളും സൂചിപ്പിക്കുന്ന ദിശാ ബോർഡുകളുമാണ്. തുടർന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം നയാഗ്ര വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്താൻ. അങ്ങനെ നയാഗ്ര വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകുന്ന ഡെക്കിൽ നിന്ന് നോക്കിയാൽ അമേരിക്കയും കാനഡയും ബന്ധിപ്പിക്കുന്ന പാലവും മറുവശത്ത് കാനഡയും കാണാം. കനേഡിയൻ സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് അമേരിക്കയിലേക്കും അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് കാനഡയിലേക്കും പോകുന്നതിന് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നുമില്ല. മുകളിലത്തെ ലിഫ്റ്റ് ഇറങ്ങി താഴെ നദിയിലൂടെയുള്ള ബോട്ട് യാത്ര, മെയ്ഡ് ഓഫ് ദ മിസ്റ്റ്. പ്രത്യേക വസ്ത്രം ധരിച്ച് ഇലക്ട്രിക് ബോട്ടിൽ വെള്ളച്ചാട്ടത്തിനടിയിലൂടെയുള്ള യാത്ര ഒരു വലിയ അനുഭവം തന്നെയാണ്. രാവിലെ 11 മണിയോടുകൂടി നയാഗ്രയിൽ പ്രവേശിച്ച ഞങ്ങൾ 2 മണിയോടുകൂടി പുറത്തിറങ്ങി. പാർക്കിങ്ങിനടുത്തു തന്നെയുള്ള സർദാർജിയുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണവും കഴിച്ചു. തുടർന്നുള്ള യാത്രയിൽ നല്ലൊരു മഴയും ആസ്വദിച്ച് ഞങ്ങളുടെ നയാഗ്ര യാത്ര അവസാനിച്ചു.